ഓ മെർലിനെ എന്തരാണിത്? ഞാൻ എത്ര നേരം കൊണ്ട് ശ്രമിക്കണമെന്നറിയോ? നേരല്ല ദിവസങ്ങൾ കൊണ്ട് ശ്രമിക്കുകയാണ് തൻ്റെ അടുത്തൊന്നും മിണ്ടാനായിട്ട്. താനാണെങ്കിൽ എന്തൊരു ബിസിയാണ്, മറ്റേതാണ്, വർക്കുണ്ട്, അത് ഇത് ഇത് അത് അത് എന്നൊക്കെ പറയട്ടെ ഒഴിഞ്ഞു മാറി പോവാണ്. കേശു, എനിക്ക് ആരെയും കാണാൻ താല്പര്യമില്ല, ആർക്കും എന്നെ കാണാൻ താല്പര്യമില്ല. പിന്നെ ഞാനെന്തിനാ വെറുതെ? അതെന്തോന്ന് അങ്ങനെ ഒരു ജോക്ക്? തന്നെ കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടല്ലോ, ഞാൻ മെസ്സേജ് അയച്ചല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്നല്ലേ. ഡേയ് അങ്ങനെ പറയരുത്, എനിക്ക് ഫീൽ ആവും. കേശുവിനെ എപ്പോഴും കേശുവിൻ്റെ ഫീല് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടായിരുന്നു മറ്റേ ആ കുട്ടി ക്രഷിൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ. എല്ലാവരോടും കമന്റ് ഇട്ട് അങ്ങ് വൈറലാക്കിയിട്ടുണ്ടല്ലോ. എടോ അത് ഞാനൊന്നും ഇട്ടൊന്നുമല്ല, എൻ്റെ കുറേ കൂട്ടുകാരന്മാരുണ്ട്. അവന്മാർക്ക് നമ്മുടെ ഈ കാര്യം, ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് പണ്ട് പോലെ അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ അവന്മാർ എടുത്തിട്ട് വൈറലാക്കിയതാണ് അവന്മാർ. ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ കാണിക്കേ, ഞാൻ ഒന്നിനുമില്ല. ഓ എനിക്ക് മനസ്സിലായി, സംഭവം മനസ്സിലായി, തൻ്റെ പ്രശ്നം എന്തരെന്ന്. എടോ ഒരൊറ്റ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, അലീന ഫ്രാൻസിസിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാണോ? കൊണ്ടുവന്നോണ്ട് എന്താ, എനിക്കിതൊക്കെ അറിയാൻ പറ്റിയില്ലേ? ഇങ്ങനെ പറയരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടവും. അല്ല പിന്നെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഓരോരോ കുട്ടി ക്രഷോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ഇങ്ങനെ തലയിൽ ഇങ്ങനെ പൊക്കി വെച്ചോണ്ട് അടിക്കൊണ്ട് നടക്കാൻ പാടില്ല. ചിരിച്ചൊക്കെ തള്ളണം. എന്നിട്ട് ചിരിച്ചു തള്ളണല്ലോ, വണ്ടടിച്ച് നിൽക്കണല്ലോ വേണ്ടത്. അത് ഞാനിങ്ങനെ അങ്ങനെ നിന്നപ്പോഴേ എടോ താൻ എന്തിനാണ് ഇപ്പം ആവശ്യമില്ലാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കണേ? അതൊക്കെ ഇങ്ങ് വിട്. ഇപ്പം എന്തായാലും അലീന പോയല്ലോ. എന്ന്. അതെങ്ങനെ കേശു അറിഞ്ഞു? അലീന പോയ കാര്യം കേശു എങ്ങനെ അറിഞ്ഞു? ഫുൾ അപ്ഡേറ്റഡ് ആണല്ലോ, ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. മെർലിനെ, താൻ ഇങ്ങനെ വെറുതെ എഴുതാപ്പുറം വായിക്കാൻ നിൽക്കരുത്. ഞാനൊരു എഴുതാപ്പുറം വായിച്ചിട്ടില്ല. കേശുനോട് ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയണത്. പോലെ സീരിയസ് ആയിട്ടൊന്നും കാര്യം പറയാണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പുറത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞത് സീരിയസ് ആയിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. കേശു എന്നെ മേലെ വിളിക്കാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട, എന്നെ എന്റെ വഴിക്ക് വിട്ടേരെ. താൻ എങ്ങനെ പറഞ്ഞ എങ്ങനെ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ വരും അമ്മ, നല്ല രസമാണ്. ശരിയല്ല മോളെ, എല്ലാ കൊച്ചല്ലയോ? ഏത് കൊച്ച്? മെർലിൻ. മെർലി തന്നെ. ഈ കൊച്ചിന് കേശുവിന്റെ പറവിൽ നടക്കലാണോ പണി? അമ്മ ഒന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കിയേ. എന്തോന്ന് എന്ന് വെച്ചാ അമ്മൂമ്മേ, കേശു ചേട്ടൻ മെർലിൻ ചേച്ചിയുടെ പുറകെ നടക്കുവാന്ന് അല്ലേ? കറക്റ്റ്. ഓ അങ്ങനെ. നിങ്ങളൊക്കെ എവിടെ പോയിട്ട് വരുന്നു? നമ്മൾ എവിടെ പോയി എന്നുള്ളതല്ലല്ലോ ഇവിടത്തെ കാര്യം, നമ്മൾ കാണേണ്ടൊക്കെ കണ്ട്. എടാ, ആ കൊച്ചിന് വേറെ ഒരു പണിയില്ലേ? ഈ അമ്മൂമ്മ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുക, പഠിച്ചു കഴിയുമ്പോൾ തന്നെ ജോലി കിട്ടും. അമ്മായി, അമ്പലത്തിൽ എല്ലാവർക്കും സുഖം തന്നെ? അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ അമ്പലത്തിൽ പോയിട്ട് എങ്ങനെയുണ്ട്, പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചോന്ന്? നടത്തി. ഒരു ശത്രു സംഹാരവും ഒരു സ്വയംവര പൂജയും നടത്തി, കേശു ബാലചന്ദ്ര തമ്പിയുടെ പേരിൽ. ചേട്ടാ, അലീന ചേച്ചി പോയടി. എന്ത് നന്നായിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ പരിചയപ്പെടുത്തി തരാവേടി നിനക്ക്. കേശു, ഞാനൊരു കാര്യം പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കല്ലേ. ഇതൊന്നും അത്ര നല്ലതൊന്നും അല്ലേ. എന്താടാ, വീട്ടിലോട്ട് വരുന്നില്ലയോ? വീട്ടിലോട്ട് തന്നെ വരും, അല്ല അവരോടെ പോയി. എന്നാ എളുപ്പം വാ. അമ്മൂമ്മ ചെല്ലി, ഞാൻ വരാം. എന്താ പറ്റിയേ? ചേട്ടന് പോയാ പാറു പറയട്ടാ. ഒന്നും ഇല്ലടി, പോടി. എന്താടാ, എന്താ പറ്റിയേ? മെർലിൻ ചേച്ചിയില്ലേ,
കാര്യമായിട്ട് കേശുണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. അതാ കൊച്ചാ നീ വായമ്പത്തിനും ഉണ്ടായി കേട്ടോ. ഞാൻ ഒരു കാര്യം പറയട്ടാ. വേണ്ട, പറയാൻ വരുന്ന എന്താണെന്ന് എനിക്കറിയാം. എന്നാ പറ. അയ്യോ കേശുവേടാ, നമുക്ക് ഈ ബന്ധം വേണ്ട, അത് ശരിയാവൂലടാ. നല്ലേ? അതൊന്നുമല്ല. എന്നാ? എടാ, മെർലിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പം മെർലിൻ കുറച്ച് ടോക്സിക് ആണ്. പിന്നെ അമ്മായി ചുമ്മാ ആവശ്യമില്ലാത്ത അതൊന്നും പറയല്ലോ കേട്ടാ. ടോക്സിക് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാ നീ? ഇത് ടോക്സിക് ഒന്നുമല്ല, മറ്റേ സാധനമില്ലേ, മറ്റേ ഈ അസൂയയുടെ പൊസസീവ്നെസ്. അത് തന്നെ, പൊസസീവ്നെസ്. ഇതൊന്നും അല്ല കേശു. ഞാൻ ഒരു കാര്യം പറയാം. ആ, നീ അലീനയായിട്ട് സംസാരിച്ച മെർലിൻ എന്താണ് പ്രശ്നം? നിങ്ങൾ അവനെ കണ്ടിട്ട് കുറെ നാളായില്ലേ? അപ്പം മെർലിൻ ടോക്സിക് അല്ലേ? അല്ലേ? അമ്മായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. ചോദിക്ക്. പെട്ടെന്ന് ഒരു ദിവസം മാമൻ്റെ പഴയ ഒരു ഗേൾ ഫ്രണ്ട് കയറി പറഞ്ഞു, അമ്മായി എങ്ങനെ പ്രതികരിക്കും? ഞാൻ എന്ത് ചെയ്യേ? ഞാൻ ഒരു ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഹാപ്പി ആയിട്ട് പറഞ്ഞു വിടും. ഹാപ്പി ആയിട്ട്? ആ ശരി, ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഒരു ദിവസം കയറി വന്നാ അങ്ങനെ എന്നെ ചെയ്യണേ. മാമൻ്റെ കാര്യമായിട്ട് പറയാനും പറ്റത്തില്ല. യേശു, ശ്രീക്ക് അവിടെ ഞാൻ എന്തോ വെച്ചിരുന്നു. എന്തോ ചോദിക്കാൻ വന്നായിരുന്നോ? ശ്രീക്ക് അങ്ങനെ എന്തെങ്കിലും? ഇത് ടോക്സിക് നേരത്തെ പറഞ്ഞത് ടോക്സിക് അല്ല. ഓ, അപ്പൊ എന്നെ വാരാനാണ്. പക്ഷെ ആ, മെർലിന്റെ കാര്യം നീ പോകെ മനസ്സിലാക്കും. പോകെ ഞാൻ മനസ്സിലാക്കിക്കോളാം. കഷ്ടം തന്നെയല്ലേ അമ്മായി ഇത്. എടാ പറയടാ, എന്താടാ നിനക്ക് പറ്റിയേ? പറയാൻ പറ്റൂലെന്ന്. പ്രശ്നം പറയടാ. കേസു എന്നാച്ച്? ഇത് തന്നെ ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കണ, എന്തു പറ്റിയെന്ന്. എടാ മോനെ പറയടാ. സൊല്ലു കേസു. ഇനി മേലെ വിളിക്കല്ലെന്ന് പറഞ്ഞു. ആര്? അലീനയാ? ഞാൻ ഇന്ന് നോക്കും. ഓ, മെർലിൻ. ആ, ഇത്രയുള്ള എടാ, അതൊക്കെ സിമ്പിൾ മാറ്റർ അല്ലേടാ. ഇതാണ് ഈ വീട്ടുകാരുടെ പ്രശ്നം. ഇവിടെ ഉള്ളവന്റെ മനസ്സ് മനസ്സിലാക്കൂല. എടാ ഒരു കാര്യം ചെയ്, നീ അലീനയായിട്ട് കണ്ടിട്ട് സംസാരിച്ച് കുറെ കാലമായില്ലേ? നിങ്ങൾ ഓപ്പൺ ആയിട്ട് മെർലിനോട് പറ. ആ, മെർലിനോട് പറയാൻ അവിടെ നിക്കണ്ടേ, നിന്ന് കേക്കണ്ടേ? ഓ, അതാണ് പ്രശ്നമല്ലേ? അമ്മായി സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റിയാ മതി. അത്ര മതി. അത്രയും മതിയാ? ഓ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എന്നാ ഐഡിയ? എടാ, പണ്ട് ഞാനും ശ്രീയും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമ്പം ഞാൻ കുറേ വിളിക്കും, എന്നെ ഡയറക്റ്റായിട്ട് സംസാരിക്കാൻ കുറേ ട്രൈ ചെയ്യും. ഒന്നിനും ശ്രീ നിന്ന് തരൂല, എത്ര വിളിച്ചാലും ഫോണും എടുക്കൂല. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് റിയ എനിക്കൊരു ഐഡിയ റെക്കമെൻഡ് ചെയ്യണം. എല്ലാ സോപ്പ് വേണോ? എന്തോന്നേടാ, നിനക്ക് ഐഡിയ വേണോ വേണ്ടേ? ഐഡിയ വേണം. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും അങ്ങനല്ലേ ചോദിക്കൂ. കാര്യം പറ. റിയ പറഞ്ഞ് മനസ്സിലുള്ളത് അങ്ങ് എഴുതുക, എന്നിട്ടങ്ങ് കൊടുക്കുക. ലെറ്റർ എഴുതി കൊടുക്കാനാ? എടാ, എഴുതുമ്പം നമ്മുടെ മനസ്സിലുള്ളതൊക്കെ പുറത്ത് ചാടും. എടാ, അതിനൊരു സോൾ ഉണ്ടാവൂടാ. അത് കൊള്ളാല്ല. ഇപ്പൊ എനിക്ക് എഴുതാനും കൂടെ അറിയാല്ല. അത്ര സാഹിത്യം വേണ്ട, മനസ്സിലുള്ള അങ്ങ് എഴുതി കൊടുത്താൽ മതി. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് അതായിരിക്കുമല്ലോ അമ്മായി. ഐഡിയക്ക് താങ്ക്സ്. கேசு நீ அப்படியே ட்ரை பண்ணு, ரொம்ப நல்ல ஐடியா. പണ്ടേ ഫസ്റ്റ് എനിക്ക് കുറച്ച് ഏകാന്തത വേണം. ஏகாந்ததானா? ഒറ്റക്കിരിക്കണമെന്ന്. புரிஞ்சது. നമുക്ക് അങ്ങോട്ട് நீ எழுது. ഓ, നാ എഴുതും. ഏട്ടാ എന്നെ കടയിൽ കൊണ്ടുപോ. എന്തിനെ? എൻ്റെ ക്രയോൺസ് തീർന്നു മേടിക്കാന്. നീ എന്തിനാ ഈ ക്രയോൺസ് തിന്നുവാണോ? ആരെങ്കിലും ക്രയോൺസ് തിന്നു? അത് തന്നെ ചോദിച്ചേ. കോമഡിയാണോ പറഞ്ഞേ? മനസ്സിലായില്ല. എന്നാ മനസ്സിലാക്കണ്ട നീ. ചേട്ടാ പ്ലീസ്. നോ പ്ലീസസ്. ഈ കൊച്ചി ഫ്ലോ കളയണല്ലേ. ഇതാ പാല്. താങ്ക് യു. അപ്പൊ എനിക്ക് പാല്? കേശു പഠിച്ചുകൊണ്ടിരിക്കുമല്ലയോ, അതുകൊണ്ട് അവന് പാല്. മോക്കുള്ളത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. പഠിക്കുന്ന കുഞ്ഞിനെ പാലുള്ളൂ കണ്ട. എന്തുവാടാ എഴുതിക്കൊണ്ടിരിക്കുന്നത്? കോളേജിലൊക്കെ ഉള്ളതായിരിക്കില്ലയോ? കോളേജിലോട്ടുള്ളത് അമ്മൂമ്മ. എസ് എ ആയിരിക്കും. എസ് എ അല്ല, സെമിനാർ. അത് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കണമെന്നൊരു കാര്യമല്ലയോ? അതെ. പക്ഷെ ഇത് ഈ സെമിനാറിന് പ്രത്യേകതയുണ്ട്. ഇത് ആദ്യം നമ്മൾ എഴുതും, എന്നിട്ട് ഒരാളുടെ കൊടുക്കും. അയാൾ ഓക്കെ ആണെങ്കിൽ എല്ലാം സെറ്റ്. നോവൽ എഴുതണോ നീ? അമ്മായിയല്ലേ പറഞ്ഞത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മൊത്തം എഴുതി സെറ്റ് ചെയ്യണമെന്ന്. നല്ലേ സോൾവ് ആവും.
എന്തോന്ന് സോൾവ് ആവത്തുള്ളൂ? അമ്മൂമ്മ നമ്മളെ ഈ കോളേജിലോട്ട് അസൈൻമെന്റ് ഇങ്ങനെ അല്ല ഐ മീൻ സെമിനാർ ഇങ്ങനെ എഴുതി കൊടുക്കുവാണല്ലോ. അപ്പൊ അങ്ങനെ എഴുതി കൊടുക്കുമ്പോഴല്ലേ ഇത് സോൾവ് ആവുള്ളൂ. അപ്പൊ സോൾവ് ആവുന്ന രീതിയിൽ സോൾവ്ഡ് പേപ്പർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ സോൾവ് ചെയ്ത് എഴുതുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗൗരിയോട് ചോദിച്ചാൽ മതി. പിന്നെ മക്കളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. പിന്നെന്താ പറഞ്ഞെടുക്കാമല്ലോ. നമ്മൂമ്മേനെ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഓ അമ്മൂമ്മ. ഇത് കൊറേ ഉണ്ടല്ലോടാ, എന്താ ഇങ്ങനെ എഴുതി വെക്കണം നീ? എന്തരമ്മായി, അമ്മായിയല്ലേ പറഞ്ഞ എന്നോട് എഴുതാനുള്ളത് മൊത്തം എഴുതായി. ഞാൻ ഒരു ഉപദേശം കൂടെ നിനക്ക് തരാം. തന്നോളൂ. അമ്മായിയുടെ ഉപദേശമാണല്ലോ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. പറ. എടാ, ഇത് കാരണം നിന്റെ ജീവിതം നശിക്കാൻ പാടില്ലടാ. എടാ, ഒരു സൗഹൃദം നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. ഒരുമാതിരി എന്തോന്ന് അമ്മായിയാണ് കേട്ടോ ഒരുമാതിരി നെഗറ്റീവ്, ഫുള്ള് നെഗറ്റീവ്. കഷ്ടം തന്നെ കേട്ടോ ഇത്. ഞാൻ പറയാനുള്ള പറഞ്ഞതേ ഉള്ളൂ. പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ല. പിന്നെ വായിക്കണം. അത് ഇൻട്രോ ആണ് കേട്ടോ. നോക്കട്ടെ. ഇൻട്രോ ഹാൻഡ് റൈറ്റിംഗ് ഇടാ. ഇപ്പോഴാണ് കിട്ടിയത് ഇൻട്രോ. കാരണം ഇത്ര നേരം ഞാൻ ആലോചിച്ചില്ല. ലാസ്റ്റ് അച്ഛനമ്മയെ കുറിച്ച് ഞാൻ വായിച്ചിട്ട് പറയാൻ ബാക്കി. പ്രിയപ്പെട്ട മെർലിൻ, ഞാൻ കേശവ് ബാലചന്ദ്രൻ തമ്പി, നീലുവിൻ്റെയും ബാലുവിൻ്റെയും മകനായി എറണാകുളം ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത്. എനിക്ക് 6 മാസം ഉള്ളപ്പോഴാണ് എനിക്ക് ആദ്യത്തെ പനി വന്നത്. എന്തോന്നടാ എഴുതി വെച്ചേക്കണ? അല്ല, ഇതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. 3 വയസ്സുള്ള കാര്യം, 3 വയസ്സിന് മുമ്പുള്ള കാര്യം, ജനിച്ച കാര്യമൊക്കെ അമ്മായിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞു കേട്ടറിയാം. അത്ര തന്നെ, എനിക്ക് പറഞ്ഞു കേട്ടറിയാം. ചില ഡൗട്ടൊക്കെ ഇടയ്ക്ക് വെച്ച് വന്ന് അപ്പം ഞാൻ അച്ഛനെ അമ്മയും വിളിച്ച് ചോദിച്ചാണ് ഇതൊക്കെ കൺഫേം ചെയ്ത് ഇതുവരെ എഴുതിയത്. ഇനിയും ഡൗട്ട് വരുവാണെങ്കിൽ വിളിക്കാമെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ ഇത്രയൊക്കെ എഴുതിയ സ്ഥിതിക്ക് പ്രസവം എടുത്ത നേഴ്സിന്റെ പേര്, കോർപ്പറേഷൻ, വാർഡ് മെമ്പർ ഇതെല്ലാം എഴുതി വേണോ? അമ്മായി എന്നെ കുറിച്ച് എന്ത് വിചാരിച്ച്? മൊത്തം വരുന്നുണ്ട്, ഇനി മൊത്തം വരുന്നുണ്ട് ലൈനായിട്ട്. ഇപ്പം നോക്കിയോ. അത് മാത്രമല്ല, ഫുള്ള് സെറ്റപ്പ്. ഇവിടെ വരുന്ന കാര്യങ്ങൾ, ഇവിടെ വീട് കണ്ടുപിടിച്ച കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരിചയപ്പെട്ട ആൾക്കാർ, പാറമടയുടെ ചരിത്രം എഴുതി. അമ്മായി കേശവൻ എന്ത് എഴുതിയൊന്നും മനസ്സിലായില്ല. മനസ്സിലാവൂല, അവൻ ജീവിതം തിരിച്ചു പഠിക്കാനുള്ള ശ്രമത്തിലാണ്. എനിക്ക് മനസ്സിലായി. മെർലിൻ ചേച്ചിക്ക് കത്തെഴുതുക അല്ലേ? ഇത് നേരെ അമ്മൂമ്മ എടുത്ത് ഇതേപോലെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടാ. ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയാം. ചേട്ടൻ നെറുക്കെടുത്ത് സെലക്ട് ചെയ്യുന്നത് നല്ലത്. നെറുക്കെടുത്ത് സെലക്ട് ചെയ്യാനാ? എന്തൊരു മെർലിൻ ചേച്ചിയാണോ വേണ്ടേ അതോ അലീന ചേച്ചിയാണോ വേണ്ടത്? ഇങ്ങനത്തെ നറുക്കിടാ ഒന്നും ഇല്ലടി കുരിപ്പേ. നീ ഓട്. നറുക്കിട്ട് സെലക്ട് ചെയ്യാൻ വന്നേക്കണുണ്ട്. വാ അവൻ ഏകാന്തത കൊടുക്ക. ഏകാന്തത. എന്തരടേ ഇത്? ഞാൻ തന്നെ എഴുതിയത്. എത്ര വെയിറ്റ് അല്ലേ? അന്നല്ലേ അപ്പോ പിണക്കോന്നൊക്കെ പറഞ്ഞത് ചുമ്മാ പറഞ്ഞാണ് അല്ലേ? എന്തായാലും ഞാൻ പറയണതൊന്നും കേൾക്കാൻ താൻ തയ്യാറല്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് മൊത്തം ദാ ഈ സഞ്ചിക്കകത്ത് ഉണ്ട്. ഇത്രേ ഉള്ളൂ. ഒരു സഞ്ചിക്കകത്ത് ഒതുങ്ങാവുന്നതേ ഉള്ളൂ കേശവ് ബാലേന്ദ്രൻ തമ്പിയുടെ ജീവിതം. ഇത് മൊത്തം താൻ കുത്തിയിരുന്ന് വായിച്ചിട്ട് ഇതിനുള്ള റിപ്ലൈ തന്നാൽ മതി. അതിപ്പോൾ തിരിച്ചെഴുതിയാണെങ്കിലും ശരി, വാക്കാലാണെങ്കിലും പറഞ്ഞാൽ മതി. മേടിക്കണില്ലേ? മേടിക്കണ്ട. റിപ്ലൈ ഇല്ല. വായിച്ചിട്ട് പറയാനുള്ളത് പറഞ്ഞാൽ മതി. ഒരുത്തിന് കാല് വയ്യ, എന്നിട്ടും 10-15 കിലോ തൂക്കമുള്ള കടലാസ് ഇവിടെ വരെ തൂക്കിക്കൊണ്ട് വന്നിട്ട് താൻ ഒരു വാക്ക് ചോദിച്ചാ കാലിനെങ്ങനെ ഉണ്ടെന്ന്? വേണ്ട, കാലിന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഓക്കെ വരുന്നുണ്ട്. ആരോട് പറയേ? മൗനം. അമ്മ എന്താ ഓണ വഴി മൊത്തം കുഴിയാണല്ലോ. കേശു വന്ന് വല്ലതും കഴിക്ക്. വന്ന് വല്ലതും കഴിക്കാൻ. എനിക്കൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ടെന്ന്. വേണ്ടായോ? അതെന്താ വേണ്ടാത്തെ? വിശപ്പില്ലാത്തോണ്ട്. എടാ, നീ ഇന്നലെ പോലൊന്നും കഴിച്ചിട്ടില്ല. അമ്മൂമ്മ എനിക്കൊന്നും വേണ്ട, എനിക്ക് വിശപ്പില്ല, അതുകൊണ്ടാണ് പറയണത്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല.
പറ്റത്തില്ലല്ലോ, വല്ലതും കഴിച്ചെങ്കിലല്ലേ പറ്റൂ. വല്ലാത്ത കഷ്ടമല്ല. എന്തിനാണ് അമ്മൂമ്മ? ഞാൻ ഒന്ന് സ്വസ്ഥോടെ വിട്ടിരുന്നോട്ട് അമ്മൂമ്മ ഒന്ന് പോയി തരൂ. കേശു, നീ മര്യാദയ്ക്കൊന്നും വല്ലതും കഴിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ നിന്ന് മേടിക്കുവേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങോട്ടെല്ലാം ഇറങ്ങി പോകുന്നു. നോക്കിയോ, നീ എങ്ങോട്ട് ഇറങ്ങി പോകുന്നു? വല്ല കാശിക്ക രാമേശ്വരത്താ പോയി അവിടെ പോയി തമസിരിക്കും. ഇപ്പൊ തമസിരിക്കാത്തതിന്റെ ഒരു കുഴപ്പം കൂടെ ഉള്ളിനി. എന്തമ്മ? അവൻ കാശിക്ക് പോവാന്ന്. കാശിക്കാ? എടാ എന്താണ് നിനക്ക് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എല്ലാവരും ഒന്ന് ഇവിടുന്ന് പോയി തന്ന എൻ്റെ എല്ലാ പ്രശ്നവും അങ്ങ് തീർന്നു കിട്ടും. അമ്മ, ചേച്ചി, നിങ്ങൾ പോ, ഞാൻ അവനോട് സംസാരിക്കാം. വന്നേ ഒരു കാര്യം സംസാരിക്കാൻ പറ്റത്തില്ല. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങ് പോയേക്കാം. கேசு நீ இப்படியெல்லாம் பண்ணக்கூடாது கேசு. ഞാൻ ഇപ്പൊ എന്തൊരു പണിയെന്ന്? എന്താണ് കേശു നിന്റെ പ്രശ്നം? അമ്മയ കേസ് വിട്. എടാ അതൊക്കെ ഞാൻ വിടാം, നീ കാര്യം എന്തോന്ന് പറ. എന്ത് മെർലിൻ റെസ്പോണ്ട് ചെയ്തില്ലേ? അമ്മായിക്ക് റെക്കമെൻഡ് ചെയ്ത ഐഡിയ എനിക്ക് വർക്കായില്ല. 2 ദിവസം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് എഴുതിയാണ് മൊത്തം കൂടെ കൊണ്ടുപോയി കൊടുത്തത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 2 ദിവസമായി, തന്നിട്ടില്ല, ഒരു റിപ്ലൈ തന്നിട്ടില്ല. എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിനക്ക് വിഷമാവല്ലേ? ഇതിൽ കൂടുതൽ എന്തൊരാവായി. എന്നാ ഈ ഫ്രണ്ട്ഷിപ്പ് നിനക്ക് പറ്റിയല്ല കേശു, ഇതിൽ നിന്ന് നീ പിന്മാറണം. അമ്മായി, ഞാൻ ഇത് പിന്മാറാൻ നോക്കുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണ്ടേ. എടാ നമ്മള് വേണമെന്ന് വിചാരിച്ച നടക്കൂടെ എന്തും. അതുകൊണ്ട് നീ ഇതിന്ന് പുറത്തിറങ്ങണം കേശു, പുറത്തിറങ്ങണം. പിന്നെ ഡോർ തുറന്ന് പുറത്തിറങ്ങാം. ഇത് ഞാൻ വിളിക്കാൻ പറയുന്നത് ഇത് അതിലും വലിയ കഷ്ടമാണ്. ഒരുമാതിരി കൊളുത്തി വലിക്കാണ്, കൊളുത്തി. എടാ ഇതൊന്നും വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലടാ, നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അമ്മായി എന്താണ് പറഞ്ഞത്? ഇതിൽ നിന്ന് പിന്മാറണം, പുറത്തോട്ട് വരണം, എന്നിട്ട് നീ നമ്മുടെ കേശുവായിട്ട് നിൽക്കണം. തന്നല്ലേ? ഇതിപ്പോ ഞാൻ ഒരുമാതിരി എപ്പം നോക്കിയാലും ഗ്ലൂമി ആയിട്ട് ഈ ഫുഡും കഴിക്കും. ഫുഡ് കഴിക്കണല്ലോ, അതാണ്. മാറണം. മാറണ്ടേ? മാറണം. 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 അമ്മായി, ഇപ്പോ ഈ സെക്കൻഡില് കേശവ് ഒരു ശപഥം എടുക്കുകയാണ്. എന്താണോ? കേശവ് ബാലചന്ദ്രൻ തമ്പി ഇനി മുതല് പുറത്തുനിന്ന് ഒരു പെണ്ണിനെ ഈ മനസ്സിനകത്തോട്ട് കയറ്റൂല. ഇത്ര വലിയ ഉഗ്ര ശബ്ദം വേണോടേ? വേണം. ഒരു കാര്യം, ഒരു ശബ്ദം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കട്ട് ആൻഡ് റൈറ്റ് ആയിരിക്കണം. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോയല്ല. ഈ മൂടൊക്കെ ഒന്ന് മാറ്റാനാ. എന്നാ പിന്നെ എന്താ എത്തിയ സിനിമയ്ക്ക് പോയല്ല? ഞാനൊന്നും വരുന്നില്ല. എന്നാ അവള് വരണമെങ്കിൽ വരണ്ട, നമുക്ക് പോവാടാ. നമുക്ക് മോളിൽ പോയി ഒരു സിനിമയൊക്കെ കണ്ട് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാം. എന്നാ പിന്നെ ഞാനും ഉണ്ട്. ഐസ്ക്രീം കഴിച്ചിട്ട് നമുക്ക് സിനിമ കാണാം. ശരി, എന്നാ ഞാൻ പോയി റെഡി ആവട്ടെ. ഓ അമ്മ റെഡിയാവും, ഞാൻ റെഡിയാവും. കേശുട്ടാ, ഏതാ സിനിമ? ഏതേലും മനസമാധാനം കിട്ടുന്ന ഒരു പടത്തിന് കേറും. ടിക്കറ്റും കിട്ടണം. ടിക്കറ്റും ഇല്ല, മനസമാധാനം ഇല്ലെങ്കിൽ പോയിട്ട് പോപ്കോൺ കഴിച്ചിട്ട് തിരിച്ചു വരും. എന്നാ പിന്നെ സെറ്റ്. ബാക്കിയുള്ളവൻ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആദ്യം പോകണം. വീട്ടിലാണ് ഏറ്റവും വലിയ ഡിപ്രഷൻ കുരിപ്പുകൾ. എന്നാലും ഇച്ചിരി പോപ്കോൺ വീട്ടിലേക്ക് വാങ്ങിക്കായിരുന്നു. അയ്യോ, ഇനി വീട്ടിലോട്ട് കൂടെ മേടിക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. എത്ര രൂപയുടെ പോപ്കോൺ മേടിച്ചാ? 350. 440 രൂപ. 440 രൂപ. മറ്റേ അൺലിമിറ്റഡ് ഓഫർ ഉണ്ടായിരുന്നോണ്ട് കൊള്ളാം. അവിടെ ചെന്നിട്ട് 3ാമത്തെ തവണ റീഫിൽ ചെയ്യാൻ വന്നപ്പോ അമ്മമാരുടെ ഒരു നോട്ടം നോക്കി. ചൊപ്പൂ, എന്താ വീടിന്റെ നടയിൽ വണ്ടി കൊണ്ടെന്ന് വെച്ചേക്കണേ? അത് നിന്റെ എല്ലാ കൊച്ചല്ലയോ ആയിരിക്കുന്നേ? ഏതോ ആ കൊച്ചിന്റെ വണ്ടിയാ. ഞാൻ പോണു. നീ എവിടെ പോണ്? വാടാ, ഞാൻ പോയി വല്ല പടവും കണ്ടിട്ട് വരാം. എടാ ധൈര്യമായിട്ട് നില്ലടാ, എന്തിനു നീ ഇങ്ങനെ പേടിക്കണ? എടാ നെഞ്ചു പിടിച്ച് നിക്കണ്ടേടാ കേശു. എന്തോ ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നമല്ലേ? വാടാ അങ്ങോട്ട് പോവാം. മാമ വാ വാ. മോളെപ്പോ വന്നു? കുറച്ചേരായി. നിങ്ങളെല്ലാരും എവിടെ പോയതാ? ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. കേശു, സിനിമയ്ക്ക് പോയ കാര്യം നീ മെർലിനെ വിളിച്ച് പറഞ്ഞില്ലേ? ഞാനങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും അത്ര അടുപ്പില്ലാത്തവരോട് ഷെയർ ചെയ്യാറില്ല. അടുപ്പില്ലാത്തവരോ? നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പാണല്ലോ. കേശു തന്ന ലെറ്റേഴ്സ് ഒക്കെ ഞാൻ വായിച്ചു. 2 ദിവസം എടുത്ത് വായിച്ചു തീർക്കാൻ. പിന്നെ കുറെ അക്ഷരത്തെറ്റും ഉണ്ടായിരുന്നു. കേശു എന്തോന്നും പറയാത്തേ? അമ്മായി, പടം സൂപ്പർ പടമായിരുന്നല്ലേ? ഓ സൂപ്പർ പടം. മമ്മൂക്കയുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ, പീക്കർ. എനിക്കും ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. നീ തുടങ്ങ് കേശു, ഞാൻ ഫുൾ സപ്പോർട്ട് ഉണ്ട്. കിടക്കും അല്ലേ? കിടക്കും. പടം നോക്കണം. കേശു
അതിന് ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാൻ കുറച്ച് ബുദ്ധിയൊക്കെ വേണ്ടേ? നല്ല തമാശല്ലേ കേശു? കുഴപ്പമില്ല, ഒരു ആവറേജ്. എങ്ങനെയുണ്ട് കനയാൻറ്റി തമാശ? எனக்கு ஒண்ணுமே புரியல. ചില ആൾക്കാരെ പുരിയാതിരിക്കണയാണ് നമുക്ക് നല്ലത് ആൻറ്റിയേ. കേശുവിനെന്താ എന്നോട് പിണക്ക? അമ്മായി ഞാൻ പോയിട്ടെ, ഇപ്പൊ നമ്മൾ കണ്ട മൂവിയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് വരാം. കേശു എന്താ എന്നോട് മിണ്ടില്ലേ? കേശു, നാളെ നമുക്ക് വേറൊരു പടത്തിന് പോയാലോ? ഒരു കിടില് ഹൊറർ പടം ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയണത്. അതിനിപ്പോ എന്താ, പോയേക്കാലോ. ഇപ്പൊ നമുക്കത് മാത്രമല്ലേ ഉള്ളൂ ഏകളുടെ ഒരു ആശ്വാസം. കേശു ഇത് ശരിയല്ല കേട്ടോ. கேசு என்ன பிரச்சனை? ആന്റി ഇത് കണ്ടില്ലേ? ഇത് എന്നോട് മിണ്ടുന്നില്ല. ஏன் மிண்டாம இருக்க? ആന്റിക്ക് ഹൊറർ മൂവീസ് ഇഷ്ടമാണ്. அது இல்ல நான் கேட்டது. நான் கேட்டதுக்கு முதல்ல பதில் சொல்லு. ഞാൻ കേട്ടതൊക്കെ ആന്റി ബദൽ സൊന്നില്ലല്ലോ, പിന്നെ ഞാൻ തന്നെ പറയണേ. കേശു ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. കൂടുന്നുണ്ട്, കുറച്ചല്ല കുറച്ചധികം കൂടുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാം. 2 ദിവസം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് കൈ ഒടിഞ്ഞാണ് ഞാൻ അത്ര സാധനം എഴുതിക്കൊണ്ട് വന്നത്. അപ്പോ എനിക്ക് ഒരു റിപ്ലൈ തരാൻ തന്നെ കൊണ്ടാവൂല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് വായിച്ചു തീർക്കാൻ കുറച്ച് സമയം എടുത്തു. എഴുതി തീർക്കാൻ എനിക്ക് അത്ര സമയം എടുത്തില്ലല്ലോ. വായിച്ചു തീർക്കാൻ എനിക്ക് സമയം എടുത്തു, കാരണം എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യക്കുറവ്. വേണ്ട, എനിക്കും താല്പര്യമില്ല. ഇനി താൻ എന്നോട് സംസാരിക്കാനും വരണ്ട കേട്ടാ. ഫോൺ വിളിക്കോ, ഒരു പരിപാടിയും വേണ്ട, എല്ലാം നിർത്തിക്കോ. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാ. തനിക്ക് മാത്രമല്ലല്ലോ താല്പര്യക്കുറവ്, നമുക്കും വരുമല്ലോ. മെർലിൻ, കേശു പറഞ്ഞ കേട്ടല്ലോ. ഇനി കേശുവിനെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അവന് കാലും വയ്യാതെ അത്രയും വേദന സഹിച്ചാണ് അവ അത് എഴുതിയത്. അവന് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവൻ്റെ എല്ലാ കാര്യവും വിളിച്ചന്വേഷിക്കാൻ. അതൊന്നും കുഴപ്പമില്ല അമ്മായി, എനിക്ക് ഇപ്പോൾ ഉള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ മതി. ഞാൻ അവരുമായിട്ട് വളരെ സന്തുഷ്ടനാണ്. കേശു ഇനി കേശുവിൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. എനിക്കിനി പുറത്തുനിന്നൊരു ഫ്രണ്ടിൻ്റെ ആവശ്യമില്ല. கௌரி, பாவம் கௌரி, கொஞ்சம் சொல்லு கேசுட்ட. അവൻ പറഞ്ഞല്ലോ, അവൻ്റെ നയം വ്യക്തമാക്കി. ഇനി എനിക്കൊന്നും പറയാൻ വയ്യ. അവള് പോയാ? കൊടുകൈ, ഇത്രയെങ്കിലും പറയാനുള്ള ചങ്കൂരം നീ കാണിച്ചല്ല. അമ്മായി ഇത്രയും സങ്കടപ്പെടുത്തണ്ടായിരുന്നല്ലേ. ജസ്റ്റ് ഒന്ന് മയത്തി സംസാരിക്കായിരുന്നു. കറക്റ്റഡാ. അമ്മായി ഞാൻ ഒന്നുകൊണ്ട് സംസാരിച്ചിട്ട് വരട്ടെ. അപ്പൊ നിന്റെ പ്രതിജ്ഞയോ? അതിപ്പോ അത് മറ്റേത്. ഏത് മറ്റത്? അല്ല അതങ്ങനെ. ഏതങ്ങനെ? ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.